ഹായ് ഫ്രണ്ട്സ്, ദൈമസ് വ്ലോഗ് യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്ന് 9-ാം തീയതി അല്ലേ? അപ്പോൾ ഇന്നാണല്ലോ വോട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പിക്ക് പോകേണ്ട. ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്താണ്, എന്നാലും നമ്മൾക്ക് അവിടെ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോകുകയാണ് കേട്ടോ വോട്ട് ചെയ്യാനായിട്ട്. വെയിലാവണേക്കുമ്പോൾ പോകാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലൊന്നും കയറാമല്ല. അപ്പോൾ മോന് ഒറ്റയ്ക്ക് ഞാനും വാപ്പിയും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ അവനെ പുറയിലാക്കിയിട്ട് ഞങ്ങൾ മുമ്പിട്ട് കയറി പോവേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല വെയിലിന് മുമ്പ് പോയിട്ട് വരാനാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് കയറണം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒരുപാട് നാളായിട്ടാണ് വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ വീട് അവിടെ വാടകയ്ക്ക് കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഇവിടെയാണ്. അപ്പോൾ റോഡൊക്കെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. വോട്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നത് അധികം തിരക്കൊന്നുമില്ല. റോഡിൽ ബ്ലോക്കൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല വെയിൽ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോഴത്തെ ചൂട് വെയിൽ തുടങ്ങിയാലും അങ്ങോട്ടേ വെയിലില്ലെങ്കിലും അതിൻ്റേതായ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ റോഡൊക്കെ നല്ല ഒഴിവായിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ ഏകദേശം നമ്മുടെ അരൂരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. മുമ്പ് പോകുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വോട്ട് ചെയ്തൊക്കെ ഞങ്ങൾ വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചക്ക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചക്ക പിടിച്ചിട്ട് നമുക്ക് അങ്ങനെ വലിയ ഗുണമായില്ല കേട്ടോ. നമുക്ക് കഴിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു, മഴയും എല്ലാം വന്നിട്ടാണ്. അപ്പോൾ ഇത് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ 3 ചക്ക ഇട്ടിട്ടാണ്. 2 ചക്ക ഞങ്ങൾ പൊളിച്ചിട്ട് എല്ലാവർക്കും അപ്പുറം ഇപ്പുറമൊക്കെ കൊടുത്തിട്ടാണ്. ഒരു ചക്ക ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ മാങ്ങയാണ് കേട്ടോ. മാങ്ങ അത്യാവശ്യം കമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞതാണ് ഇതിൻ്റെ. എന്നാലും ഇങ്ങനെ ഇപ്പം ഉണ്ടാവണം കേട്ടോ. നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നാണ് കേട്ടോ. ഇത് നന്നായിട്ട് വലുതാവുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടാണ് കേട്ടോ പറഞ്ഞാൽ. മഴയൊക്കെ ആയിട്ട് നല്ലവണ്ണം ഇങ്ങനെ പൊള്ളണുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്ത് പിന്നെ ഓരോരുത്തർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചക്ക പീസായിട്ട് മുറിച്ച് അങ്ങനെ വെച്ചേക്കാണ്. കുറച്ചൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോരാനുള്ള തിരക്കിലാണ് കേട്ടോ. നല്ല ചക്കയാണ് കേട്ടോ. ഞാനിത് കോട്ടയത്തു നിന്ന് കൊണ്ടുവന്ന് വിത്ത് നമ്മൾ പാകിയിട്ട് അങ്ങനെ നട്ടാണ് കേട്ടോ. ഒരു 6 വർഷം കൊണ്ട് പിടിച്ച ചക്കയുണ്ട്. നല്ല അത്യാവശ്യം ദശക്കൻ കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ചക്കക്ക്. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പൊളിച്ച് പിന്നെ നമ്മുടെ ചക്കിൽ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് മൂപ്പുണ്ടെന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ചക്ക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. കൃഷിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ നട്ടതാണ് കേട്ടോ. അങ്ങനെ പേരയൊക്കെ ഉണ്ട് കേട്ടോ. പേരക്കൊക്കെ അപ്പോൾ സീസണൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേരക്ക അധികമായിട്ടില്ല, ഇനി ഉണ്ടായി വരണം കേട്ടോ. അപ്പോൾ ചക്ക ഇതൊക്കെ മൂക്കാത്ത ചക്കയാണ് കേട്ടോ. അപ്പോൾ താഴെ തിരിക്കണം കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തറ റൂട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടാണ്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കത് നല്ല തണുപ്പ് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം നല്ല രസമുണ്ട് കാണാൻ. തൃപ്പൂണിത്തറ ആ ഭാഗം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ഇത്തിരി നേരം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്തെങ്കിലും പിന്നെ മടിയായതുകൊണ്ടും വെയിലുമാണ്. പിന്നെ മോന് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഉള്ളത് കൊണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോരാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഊണും കഴിച്ചിട്ടില്ല. അപ്പോൾ 3:30 എല്ലാം കഴിഞ്ഞെങ്കിലും ഊണ് എങ്ങൊന്നും കിട്ടിയില്ല കേട്ടോ. ഊണ് പിന്നെ ഇലക്ഷൻ്റെ ഇതായിട്ടാണെന്നറിയില്ല, മിക്ക കടകൾ അടച്ചിട്ടാണ്. സിലിണ്ടറിൻ്റെയൊക്കെ പ്രോബ്ലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മിക്ക കടകളൊക്കെ അടച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തേക്കും നോക്കുന്നുണ്ട് ഊണ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കാക്കനാടിട്ട് ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കളക്ടറേറ്റിലാണ് കേട്ടോ. കളക്ടറേറ്റിൻ്റെ അടുത്താണ് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോരുകയാണ് പതുക്കെ. വെയിലൊക്കെ അപ്പോൾ കുറഞ്ഞെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന്. അപ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും അവിടെ ഊണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ബിരിയാണി ഞങ്ങൾ വാങ്ങിച്ചെങ്കിലും കഴിച്ച് തീർന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഒരു നാണക്കേട് പോലെയുണ്ട് വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ ഞാൻ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കച്ചമ്പറും സംഭവം ഞാൻ കഴിച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു പേടി കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ ആ ടെസ്റ്റ് നടന്നില്ല കേട്ടോ. അപ്പോൾ നാളെ രാവിലത്തേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ എൻജോയ്മെൻറ്റ്സ് വഴി ഞങ്ങൾ തിരിച്ചും കൂടി പോരുകയാണ് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ചെടികളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വേപ്പൻ തൈയാണ് കേട്ടോ. വേപ്പൻ തൈൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ചെടി അതിൻ്റെ ഒന്നും പേര് നമുക്കറിയില്ല. പിന്നെ ഒരു ചുമപ്പ് മുള്ളു പോലത്തെ ഒരു ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഹൈഡ്രാഞ്ചാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതൊക്കെ പോയതാണ്.
പിന്നെന്താണ്, ഇതെന്തോ മണി പ്ലാന്റ് പോലത്തെയാണ്. പിന്നെ ഒരു മുള്ളുള്ളൊരു ചെടിയാണ്, നല്ല പൂക്കളൊക്കെ ഉണ്ടാകും. എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ട്. എനിക്ക് പേര് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ട് അതിൽ നല്ല പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലത്താണ് അത് നിന്നിരുന്നത്, അതുകൊണ്ട് നല്ല കളറായിട്ട് പൂക്കൾക്ക്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത വീട്ടിൻ്റെ അടുത്ത് നല്ല തൊട്ടടുത്ത നമ്മുടെ അവിടുത്തെ വീട്ടിൽ നിന്ന് നമ്മൾ പുതിന വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ ഈ പൂവുണ്ട നല്ല കളറല്ലേ, കണ്ടാ നല്ല കളറാണ് കേട്ടോ. അപ്പോൾ സങ്കടം വന്നിട്ട് അത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് നല്ല സങ്കടമായിരുന്നു. വെറുതെ ഞാൻ കുത്തി വെച്ചേക്കേണ്ട ഒരു സമാധാനത്തിന്. അപ്പോൾ ഇതെന്താണ്, ഹെഡ് വെയിനാ, ടർട്ടിൽ വെയിനാ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഇഷ്ടം പോലെ വീട്ടിൽ എല്ലാവരും പോയതാണ്. പിന്നെ നമ്മളിങ്ങോട്ട് പോരുകയും ചെയ്ത്. അതിപ്പോൾ ഇത് പുതിനയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ പുതിന ഒരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒച്ചിൻ്റെ ശല്യം കൊണ്ട് തീർന്നതാണ് കേട്ടോ, എല്ലാം നശിച്ച് പോയതാണ്. അപ്പോൾ പുതിനയൊക്കെ നട്ട് എല്ലാവരും രാത്രി തന്നെ നട്ട് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും പിന്നെ പകുതി ആകുമ്പോഴത്തേക്കും ഉണങ്ങിപ്പോവും. ആ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.